കീചകനെക്കുറിച്ച് റാണിയോട് പരാതിപ്പെട്ട സൈരന്ധ്രിക്ക് കിട്ടിയ മറുപടി അത്യധികം നിരാശാജനകമായിരുന്നു. തൻ്റെ സഹോദരൻ അങ്ങനെ ആർക്കും ഉപദ്രവം ചെയ്യുന്ന ആളേ അല്ലെന്നുള്ളതായിരുന്നു സുദേഷ്ണ റാണിയുടെ പക്ഷം. ഇത് കേട്ട ദ്രൗപദി ആകെ തകർന്നുപോയി. യഥാർത്ഥത്തിൽ സൈരന്ധ്രി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് റാണിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരനെ എതിർക്കാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു. തന്നെയുമല്ല, കീചകന്റെ ആവശ്യപ്രകാരം സൈരന്ധ്രിയെ വൈനുമായി കീചകന്റെ മുറിയിലേക്ക് പറഞ്ഞുവിടാനും സുദേഷ്ണ റാണി നിർബന്ധിതയായി. കീചകന്റെ മുറിയിലേക്ക് പോകാൻ വിസമ്മതിച്ച സൈരന്ധ്രിയെ ഒരു റാണിയുടെ അധികാരം ഉപയോഗിച്ച് നിർബന്ധിച്ച് അയക്കുകയായിരുന്നു സുദേഷ്ണ. തൻ്റെ മുറിയിലെത്തിയ സൈരന്ധ്രിയെ കീചകൻ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളെ തള്ളിമാറ്റി ഓടിയ സൈരന്ധ്രി രാജാവിൻ്റെ സമീപേ ചെന്ന് കീചകൻ തന്നെ ഉപദ്രവിച്ച കാര്യം പറഞ്ഞു. ഈ സമയം രാജാവും കങ്കനും ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സൈരന്ധ്രിയുടെ പ്രവൃത്തിയിൽ കോപാക്രാന്തനായ കീചകൻ അവളുടെ പുറകെ എത്തി രാജാവിൻ്റെ മുന്നിൽ വെച്ച് അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി നിലകൊള്ളേണ്ട ഒരു ഭരണാധികാരിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് വിരാട രാജാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തൻ്റെ കൊട്ടാരത്തിലെ ഒരു ദാസിയുടെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തൻ്റെ കൺമുന്നിലിട്ട് ദാസിയെ ഉപദ്രവിക്കുന്നത് കണ്ട രാജാവ് നിശബ്ദനായി തന്നെ തുടർന്നു. എന്നാൽ സൈരന്ധ്രിയെ ഏറെ വേദനിപ്പിച്ചത് തന്നെ ഒരു അന്യപുരുഷൻ ഉപദ്രവിക്കുമ്പോൾ വളരെ നിസ്സംഗനായി നോക്കിയിരുന്ന ഭർത്താവിൻ്റെ സമീപനമാണ്. അത്യുത്കടമായ ഹൃദയവേദനയോടെ ദ്രൗപദി ഭീമസേനനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഭീമസേനൻ ദ്രൗപദിയെ ആശ്വസിപ്പിക്കുകയും കീചകനെ അർദ്ധരാത്രിക്ക് ശേഷം ഡാൻസ് ഹാളിലേക്ക് ക്ഷണിക്കുവാനും ആവശ്യപ്പെട്ടു. സൈരന്ധ്രിയുടെ ക്ഷണം സ്വീകരിച്ച് കീചകൻ ഡാൻസ് ഹാളിലെത്തി. താൻ ഒരുപാട് മോഹിച്ച സൈരന്ധ്രിയുമൊത്ത് ചിലവിടുന്ന നിമിഷങ്ങൾ സ്വപ്നം കണ്ടെത്തിയ കീചകനെ സ്വീകരിച്ചത് ഭീമസേനന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ടുള്ള താടനമായിരുന്നു. ഭീമസേനൻ അയാളെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. അയാൾ ഇഹലോകവാസം വെടിയും വരെ. പിറ്റേന്ന് അതിരാവിലെ കൊട്ടാരത്തിൽ രാജാവും റാണിയും കേൾക്കുന്ന വാർത്ത കീചകൻ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാവർക്കും സൈരന്ധ്രിയെ സംശയമുണ്ടായിരുന്നു. ആ വാർത്ത കീചകന്റെ മറ്റ് സഹോദരന്മാരുടെ ചെവിയിലും എത്തി. അവർ സൈരന്ധ്രിയെ വലിച്ചിഴച്ച് കത്തിക്കൊണ്ടിരുന്ന ചിതയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതറിഞ്ഞ ഭീമസേനൻ അവിടേക്ക് ഓടിയെത്തി. ദ്രൗപദിയെ ഉപദ്രവിച്ചവരെയെല്ലാം ഭീമസേനൻ വധിച്ചു. അതിനുശേഷം ഭീമസേനൻ ദ്രൗപദിയെ കൊട്ടാരത്തിലെത്തിക്കുകയും സ്നാനത്തിനു ശേഷം തൻ്റെ പാചകശാലയിലേക്ക് പോവുകയും ചെയ്തു. കൊട്ടാരം മുഴുവൻ വാർത്ത പരന്നു. സൈരന്ധ്രിയുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് റാണിയടക്കം എല്ലാവരും വിശ്വസിച്ചു. പിന്നീട് അജ്ഞാതവാസം കഴിയും വരെ സൈരന്ധ്രി എന്ന ദ്രൗപദി സമാധാനപൂർവ്വം വിരാട രാജധാനിയിൽ കഴിഞ്ഞു.